കുംഭമാസത്തിലെ പൂരവും പൗർണമിയും ഒത്തുചേരുന്ന നാൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മയുടെ പൊങ്കാല 2 തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? അതെന്തിനൊക്കെയാണെന്ന് പറയുന്നതിന് മുൻപേ ആറ്റുകാൽ ദേവിയുടെ ഐതിഹ്യത്തിലേക്കൊന്ന് കിടക്കാം. ചേര രാജവംശത്തിലെ ഇളങ്കോവടികൾ സംഘകാലഘട്ടത്തിൽ രചിച്ച ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ വീരകഥ തന്നെയാണ് ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനം. ചോള സാമ്രാജ്യ തലസ്ഥാനമായ കാവേരി പട്ടണത്തിലെ പ്രബലനായ വ്യാപാരിയുടെ ഏക മകൾ കണ്ണകി കോവലൻ എന്ന ധനിക യുവാവിനെ വിവാഹം കഴിച്ചു. വിവാഹത്തെ തുടർന്നുള്ള ആഹ്ലാദ ജീവിതം എന്നാൽ അധികകാലം നീണ്ടുനിന്നില്ല. മാധവി എന്ന അതിസുന്ദരിയായ നർത്തകിയിൽ അനുരാഗപരവശനായ കോവലൻ കണ്ണകിയെ പാടെ മറന്നു. കോവലന്റെ സമ്പത്തും യൗവനവും സകലതും കൗശലക്കാരിയായ നർത്തകി അപ്പാടെ കവർന്നെടുത്തു. അധികം വൈകാതെ തന്നെ തന്റെ തെറ്റു മനസ്സിലാക്കിയ കോവലൻ കണ്ണകിയുടെ അരികിൽ തിരികെ എത്തി. കോവലന്റെ തെറ്റുകൾ ക്ഷമിച്ച കണ്ണകി അവനെ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. പുതിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി ഇരുവരും മധുരയിലെത്തി. നിത്യവൃത്തിക്ക് വകയില്ലാതിരുന്ന കോവലനെ കണ്ണകി തന്റെ രക്തങ്ങൾ പതിച്ച പൊൻചിലമ്പ് വിൽക്കുവാനായി പറഞ്ഞയച്ചു. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു രാജ്ഞിയുടെ മുത്തുകൾ പതിച്ച പൊൻചിലമ്പ് കളവ് പോയത്. കോവലന്റെ കയ്യിലെ ചിലമ്പ് രാജ്ഞിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് മോഷണക്കുറ്റം ആരോപിച്ച് ശിരച്ഛേദം നടത്തി. ഇതറിഞ്ഞ് രാജസന്നിധിയിലേക്ക് ഓടിയെത്തിയ കണ്ണകി കോപാകുലയായി തന്റെ മറ്റേ ചിലമ്പ് രാജാവിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പിലെ രത്നങ്ങൾ 4 പാടും ചിതറിത്തെറിച്ചു. കോവലനെ കുറ്റാരോപിതനാക്കിയ പൊൻചിലമ്പ് രാജ്ഞിയുടേതല്ലെന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യരാജൻ തനിക്കു പറ്റിയ തെറ്റോർത്ത് ഹൃദയം പൊട്ടി തൽക്ഷണം മരിച്ചു. സംഹാരരുദ്രയായി മാറിയ കണ്ണകി തന്റെ ഇടത്തെ മാരടം പറിച്ചെറിഞ്ഞ് മധുരാനഗരം ചുട്ടു ചാമ്പലാകട്ടെ എന്ന് ശപിച്ച് അവിടെ നിന്നും കടന്നുപോയി. ആ പ്രതികാരാഗ്നിയിൽ മധുരാനഗരം വെണ്ണീറായി. അങ്ങനെ ഉഗ്രരൂപിണിയായ കണ്ണകി തെക്കുദേശത്തേക്ക് വന്ന് ആറ്റുകാലെത്തി വിശ്രമിച്ച ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയും അവിടുത്തെ ദേവീ ചൈതന്യത്തിൽ ലയിച്ചു എന്നുമാണ് വിശ്വാസം. ആറ്റുകാലിലെത്തിയ കണ്ണകി കിള്ളിയാറിന്റെ സമീപം വിശ്രമിക്കവേ മുല്ലവീട്ടിൽ കാരണവരെ കാണാനിടവരികയും തന്നെ മറുകര എത്തിക്കുവാൻ കാരണവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മറുകര എത്തിയ കണ്ണകി പൊടുന്നനെ അപ്രത്യക്ഷയായി. തുടർന്ന് കാരണവർക്ക് സ്വപ്നദർശനം നൽകി താൻ അടയാളം കാണിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പണികഴിപ്പിച്ചതാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം എന്നാണ് ഐതിഹ്യം. മധുരാ നഗരത്തിൽ നിന്നും അനന്തപുരിയിലെത്തിയ ദേവി ഇന്ന് മലയാളക്കരയുടെ ആറ്റുകാലമ്മയാണ്. തിളയ്ക്കുന്ന കുംഭച്ചൂടിനെ പോലും വകവയ്ക്കാതെ മൈലുകളോളം നീളത്തിൽ ഒരുക്കുന്ന പൊങ്കാലയടുപ്പുകൾ അഭീഷ്ട വരദായിനിയായ ആറ്റുകാലമ്മയുടെ ഇഷ്ട വഴിപാടാണ്. 1997 1.5 മില്യൺ സ്ത്രീകൾ പങ്കെടുത്ത ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. 2009 2.5 മില്യൺ ആൾക്കാർ പങ്കെടുത്തതിന്റെ പേരിലും ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അനന്തപുരിയുടെ അമ്മയായി നാടിന്റെ തിലകക്കുറിയായി വാണരുളുന്ന ആറ്റുകാലമ്മ തന്റെ ഭക്തർക്ക് നിത്യേന അനുഗ്രഹം ചൊരിയുന്നു.